ഷോഡയ്ക്കൊന്നും പഴയ പോലുള്ള ഗ്യാസ് ഇല്ല, തീരെ എഫക്ട് ചെയ്യുന്നില്ലല്ലോ. ഒരു ക്ലോറിൻ ചോദിക്കുന്നത് പോലെയല്ലേ. ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കോർപ്പറേഷന്റെ വെള്ളല്ലേ, സർക്കാർ തരുന്നല്ലേ. എന്ത് പറഞ്ഞാലും സർക്കാർ 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 സർക്കാർ. മതി. ഓ എത്രയും മൊയ്തു? 8 രൂപ. സോഡ സർബത്ത് അല്ലെങ്കിൽ സോഡ മോര് അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് സോഡയുടെ കറക്റ്റ് വില അറിയുന്നില്ല. ഒരാഗ്രഹം കൊണ്ട് കഴിച്ചതാ, ഒറ്റയ്ക്ക് ഒരു സോഡ മാത്രമായിട്ടേ. അല്ലോ 500 ചേഞ്ച് ഇല്ല കേട്ടോ. ഓക്കെ, 8 രൂപ ഉണ്ടോക്കി. ബാക്കി പൈസക്ക് ഇവിടുന്ന് എടുക്കാനുള്ള സാധനങ്ങളും ഇല്ലല്ലോ. ചെറിയ സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ലല്ലോ. 8 രൂപയല്ലേ? 8 രൂപ. ഇതാ ചേട്ടാ ഓണം വേണ്ട. എന്തൊരു കഷ്ടം നമ്മുടെ നാടിന്റെ. എല്ലാവരും ഈ പരിപാടിയായിട്ട് നടക്കുക. എന്ത് പരിപാടി? 5 പേരെ കണ്ടാൽ അതിലൊരു 3 പേര് ലോട്ടറി കച്ചവടം. പണിയെടുത്ത് ജീവിക്കുന്നവരാരും നമ്മുടെ നാട്ടിലില്ല. അല്ല, ഒരു പണിയെടുക്കല്ലേ, ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് ഇത് വിറ്റിട്ടല്ലേ കുടുംബം പോറ്റണത്. അവര് വെയിൽ കൊള്ളുന്നതിൽ കാര്യമില്ല മൈതു. ഒരു പൗരനെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഈ കടലാസ് വിറ്റിട്ട് എന്ത് കിട്ടാനാ? അങ്ങനെ പറയരുത്, കാരണം ലോട്ടറി വിറ്റിട്ട് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നില്ലേ ശീതലേട്ടാ. അതിന്റെ മൊലാളി താ നിൽക്കണം, ഇങ്ങോട്ട് വിട്. എനിക്കോ? ഞാൻ ലോട്ടറി എടുക്കാറില്ല. ഇതൊക്കെ വെറും തട്ടിപ്പാ. ഇത് സർക്കാരിന്റെ അല്ലേ, അങ്ങനെ തട്ടിപ്പാവുക? എന്റെ മൊയ്തു, ഉപജീവനത്തിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഈ ചൂതാട്ടം കാണുമ്പോഴായി എനിക്ക് സങ്കടം. അങ്ങനെ പറയരുത് ഏട്ടാ. നമ്മുടെ ഈ കാരുണ്യ ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടേ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമ്മളെ സർക്കാരുകൾ. അത് നമ്മൾ കാണാതെ പോകരുത്. അത് ഇത് വിൽക്കാതെയും ചെയ്തൂടെ? ശീതലേട്ടാ, നിങ്ങളേ ഒരു ലോട്ടറി എടുത്തു നോക്കി 500 രൂപ 25 കോടി അങ്ങ് കിട്ടാൻ പോണേ. ഈ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ അന്ന് തുടങ്ങും കഷ്ടകാലം. നാട്ടുകാർ മുഴുവൻ വന്ന് കാശ് ചോദിക്കും. നമുക്കാണെങ്കിൽ കൊടുക്കാനും തോന്നില്ല. വലിയ കഷ്ടം അത്. ഒന്നാമത്തെ അത് മാത്രമല്ല, ഈ കാശൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ബാങ്കിലിടും, പിന്നെ അതിന്റെ ടാക്സ് സർക്കാരിന് കൊടുക്കാൻ നിൽക്കണം. അങ്ങനെ എന്റെ കാശ് കൊണ്ട് സർക്കാർ ജീവിക്കണ്ട. ശീതള ടിക്കറ്റ് എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ബമ്പർ എനിക്ക് തന്നെ ലക്കി നമ്പറാണ്, ഉറപ്പാ. 550525. ഇത് കിട്ടാണ്ടല്ലോ ഈ പീഡ ഞാൻ സൂപ്പർ മാർക്കറ്റ് ആക്കും. ചോദിക്കും എത്ര? 500 അല്ലേ? 500. ഐശ്വര്യമായിട്ട് കയ്യിൽ വെച്ചോ. പഠിച്ചോനെ കാത്തോളണം. ഇതൊക്കെ ആറ്റിറ്റ്യൂഡാണ്, ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് എടുക്കാനുള്ള താല്പര്യം കണ്ടോ? പക്ഷെ ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു ലോട്ടറി വീണ് കിടക്കണ കണ്ടപ്പോലും എടുക്കാറില്ല. അല്ല സീതല, അനക്കിപ്പോ എന്താ പണി ശരിക്കും? ഞാൻ ബാങ്കിലല്ലേ. ബാങ്കിൽ പണി കിട്ടിയോ? പണി എന്ന് പറഞ്ഞാല് എന്റെ അമ്മാവന്റെ കാശ് വരും ബാങ്കില്. അവര് UK ലാണല്ലോ. അപ്പൊ അതെടുക്കാൻ പോണം. പിന്നെ അച്ഛന്റെ കാശ് വരും, അച്ഛൻ കുവൈറ്റിലല്ലേ. പിന്നെ പെങ്ങളുടെ കാശ് വരും, അവൾ അയർലൻഡിലാണല്ലോ. അപ്പൊ എല്ലാവരുടെയും ക്യാഷ് എടുത്ത് വരുമ്പോ തന്നെ ഒരു മാസം കഴിയും. ഫുൾ ടൈം ഞാൻ ബാങ്കിലായും. അങ്ങനെയൊക്കെ എങ്ങനെ ജീവിച്ചു പോകണം? ഇവര് അതൊക്കെ ചെയ്യുമ്പോ അത്യാവശ്യം പൈസയൊക്കെ തരും. പക്ഷെ ഞാൻ അതൊക്കെ വാങ്ങാറുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണല്ലോ നമ്മള്, അല്ലേ? അധ്വാനിക്കണം. അല്ലാതെ കടലാസ് വിറ്റ് ജീവിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്റെ പണി നോക്കട്ടെ. ആയിക്കോട്ടെ. സാധനം എടുത്തേക്കാണ്ട് മൊയ്തു, പിന്നെ ഈ ഷോഡ് മാത്രല്ല, ഇടയ്ക്കൊക്കെ ഈ ഷർബത്തൊക്കെ വെക്കാം. ആളുകൾ കുറച്ചും കൂടിയും കച്ചവടം നന്നായിട്ട് നടക്കും. ആയിക്കോട്ടെ. പുതിയ ഷോഡ് വരുമ്പോ അറിയിക്കണം കേട്ടോ. സോഡ. അതെ അതെ അതെ. ഇപ്പൊ സൈക്കിൾ ഷോപ്പ് ഒന്നും നടത്തുന്നില്ലേ? സൈക്കിൾ ഷോപ്പിൽ എനിക്കൊരു സൈക്കിൾ ഉണ്ട്, അതിനകത്ത് യാത്രയൊക്കെ. ശരി ശരി. സൈക്കിൾ നീ പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കണില്ല. ഇപ്പോഴത്തെ ഏത് സിനിമയാണ് നമുക്ക് കുടുംബത്തോടെ വരുന്നത് കാണാൻ പറ്റണേ? ഇപ്പൊ എല്ലാ സിനിമയും കാണാൻ ഒന്നുമില്ല. എല്ലാം കുറെ അസഭ്യവും അതും ഇതുമാണ്. ഇന്ന് സിനിമയില് നായകന് അച്ഛനില്ല, അമ്മയില്ല, കുറെ വേട്ടാവളിയന്മാര് കൂട്ടുകാരന്മാര് മാത്രം ഉണ്ടാവും. അതാണ് റിയാലിറ്റി. നിനക്ക് അച്ഛനും അമ്മയില്ലടാ. എന്റെ അടുത്തുള്ള സുധീഷ്, അവൻ അച്ഛനും അമ്മയില്ലല്ലോ. അപ്പൊ അവന്റെ സിനിമ പറയണ്ടേ? അതുപോലെ ഈ പറഞ്ഞ സാധനം എപ്പോ തരും നീ? അതൊക്കെ തരാം. ഞാൻ ഓർഡർ തന്നിട്ട് ഒരാഴ്ചയായി. തിരക്ക് കൂട്ടല്ല, സമയമുണ്ട്. ഇനിയും ഡേറ്റ് ആവണ്ടേ?
ഇതൊക്കെ നിങ്ങളുടെ കുഴപ്പം. പണ്ടോടെ നിന്റെ അച്ഛൻ നടത്തിയിരുന്നപ്പോണ്ടല്ലോ കൃത്യമായിരുന്നു പറഞ്ഞ സമയത്ത് സാധനം ഞാൻ തരുമായിരുന്നു. ഒരു കാര്യം പറയട്ടെ, അച്ഛൻ നടത്തിയപ്പോ തവിഞ്ഞു. പക്ഷെ ഇത് പെർഫെക്ഷനാ. പെർഫെക്ഷന് സമയം അപ്പൊ നീ പറഞ്ഞ നിന്റെ അച്ഛൻ തന്നെ അതൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു എന്നാണ്. ഇത് പഴയതല്ലേ, ഇത് പുതിയത്. ഒരു ടിക്കറ്റ് എടുക്കേട്ടാ. അയ്യോ ടിക്കറ്റ് ഞാൻ ഇപ്പൊ കാലത്തെ പറഞ്ഞ എടുത്തേ ഉള്ളൂ. ഏതാണ്? അത് മമ്മൂട്ടി പടത്തിന്റെ ഇത് ഓണം ബമ്പറാണ്. ക്രിസ്മസ് ബമ്പർ ഉണ്ടോ? അതായിട്ടില്ലല്ല. ഈ ഓണം ബമ്പർ തന്നെ എടുത്തോ. എനിക്ക് ഓണം ബമ്പറിൽ അത്ര വിശ്വാസമില്ല. ക്രിസ്മസ് ബമ്പർ എനിക്ക് അടിക്കുമെന്നൊരു ഉള്ളിലൊരു വിശ്വാസം. അല്ല ഇതടിക്കും. ഇത് ദേ നല്ല നമ്പറാണ് ഇരിക്കണ. 25 കോടിയാണ് ഒന്നാം സമ്മാനം. 25 കോടിയാണോ? അയ്യോ ഈ 25 കോടി കൊണ്ട് വെക്കാനുള്ള ഷെൽഫ് എന്റെ വീട്ടിൽ ഇല്ലല്ലോ. ചിലപ്പോ ഞാൻ ഉണ്ടാക്കി തരാന്നേ. നീ ആദ്യം ഇതുണ്ടാക്ക്, എന്നിട്ട് ഷെൽഫ് ഉണ്ടാക്കാം. എന്നാ പിന്നെ ഈ കാരുണ്യം എടുക്ക്. ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം കൊടുക്കണതാണ് ഇതിന്ന്. എന്റെ പൊന്ന് സഹോദരി, 2 പാവങ്ങളെ ഞാനിപ്പോ ഒരു 5-6 മാസമായിട്ട് സഹായിച്ചോണ്ടിരിക്കുക, ചികിത്സാ സഹായം കൊടുത്തോണ്ടിരിക്കുക. അതാരാണ്? എന്റെ അച്ഛനെ അമ്മയും. നല്ല പൈസ ചെലവുണ്ട് സത്യം. ചേട്ടാ ഇതിന്റെ കമ്മീഷൻ കൊണ്ടാണ് ഏട്ടാ ഞാൻ ജീവിക്കണത്. സ്വരൂപേ നീ പറഞ്ഞത്. ഓ ചേച്ചി, ഞാൻ ഇന്നലെ എടുത്ത്. ചേട്ടാ കൈനീട്ടം വിട്ടിട്ടില്ല ഏട്ടാ. ഒക്കെ എല്ലാരും പറയണേ. എടുക്കായിരുന്നു എടാ ഇതൊന്നും അടിക്കൊന്നുമില്ല. ആ ചേച്ചീന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു പ്രൈസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കാ അല്ല ഇതിന്റെ ഇടയ്ക്ക് ലോൺ എന്തോ പാസ്സാവാണ്ട് ഇന്നലെ അല്ലേ പാസ്സായേ? സൊസൈറ്റിയിൽ ലോൺ ശരിയായി. അത് നീ പറഞ്ഞ മാതിരി കുറെ നാൾ കയറി ഇറങ്ങിയിട്ട് അത് ഇന്നലെയാണ് ശരിയായി. ശരിയായില്ലേ? ചേച്ചീന്റെ വർത്താനത്തിൽ തന്നെ ഒരു എന്തോ ഒരു ഇതില്ലേ, എനിക്ക് തോന്നി. ഉണ്ടോ? എടുക്കുവാൻ മതേട്ടാ. ഇതെന്താ ഇത് പാവികളെ കളയണ്ടേ? വേണ്ടേ? അങ്ങനെ തൊട്ട് വരച്ചോണ്ട് നിന്നാ മതിയാ? കാണിക്ക്, തുടിച്ചേ, ഇത് മാറി. ഇങ്ങനെ ഒന്ന് ഉരക്കിച്ചി കാണട്ടെ. ഉണ്ണിയേ ഒന്ന് ഉരക്കുണ്ണിയേ. ഉറച്ചോണ്ട് നിൽക്കുന്നല്ലോ ആശാനെ. ആ വൃത്തിയായില്ലേ അപ്പൊ? ഭയങ്കര പണിയാണല്ലോ. ആ ഒന്നും പറയണ്ട, ഒരു ഓണം ബമ്പർ എടുക്ക്. ഞാൻ 2 എടുത്തില്ലേ. അത് ഓണം ബമ്പറല്ല, ഏ അത് സാധാരണ ലോട്ടറി ആയിരുന്നില്ല. ഓണം ബമ്പർ എടുത്തോ. അതെ 25 കോടിയാ. വേണ്ട, അത് പൈസ ഒന്നുമില്ല. അല്ല എനിക്ക് തോന്നണത് അടിക്കും തോന്നുന്നുണ്ട്. ആ അതെന്തായാലും അടിക്കല്ലോ, ഉറപ്പല്ല, ആർക്കെങ്കിലും അടിക്കും. ആർക്കെങ്കിലല്ല, ഇത് എന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നവർക്ക് തന്നെ അടിക്കും. സത്യേട്ടാ, മണ്ടു ഇത്രയും പറഞ്ഞല്ലേ, നമുക്ക് ഷെയർ ഇട്ട് പറഞ്ഞു കൊടുത്താല. ബമ്പറല്ലേ, പൈസ ഉണ്ട്, അതാ പൈസ എടു. അല്ല പൈസ കുറച്ചോ, കൂലിന്ന് കുറച്ചോ, നമുക്ക് 2 പേർക്കും കൂടി എടുക്കാം. ഞാനും ഉണ്ട്. ഉണ്ടാ? അല്ല അമ്മ 3 ആൾക്കും കൂടി എടുക്കാം. അങ്ങനെ ആയിക്കോട്ടെ. എന്നാ എടുത്തോ. ഏത് നമ്പറാ വേണ്ടത് നോക്കിയേ. നല്ല എടുത്തിട്ട് നല്ലത് നിന്റെ കൈ കൊണ്ടെങ്കിൽ തന്നാ മതി. ഞങ്ങള് രക്ഷപ്പെടുന്നതിൽ പ്രാകാതെ കൊടുക്കട്ടെ. ഒരു കാര്യം ചെയ്യ്, ഉണ്ണി കണ്ണടച്ചോ. ഓ അതിലേതെങ്കിലും ഒന്ന് എടുത്തു. അത് വേണോ? വേണ്ട, കൈ കൊണ്ട് എടുപ്പിക്കണ്ട. സത്യേട്ട തൊട്ടതെടുക്കണ്ട. 25 കോടി 25 കോടി പൈസ പോണോ? പൈസല്ലേ? സർക്കാർ 500 രൂപയാണ്. എന്നാ ശരി, ആയിക്കോട്ടെ. ഇനിയിപ്പോ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ എടുത്താ വേണമെങ്കിൽ ഞാൻ പൈസ നീ കൊടുക്കോ? ഉറപ്പില്ല. ആ പിന്നെന്താ, ഇത് അടിച്ചിട്ട് വേണം തരാം. എന്നാ ഒരു കാരുണ്യാണോ? കാര്യം ഒന്നും വേണ്ട, ഒന്ന് പോ നീ പോയത്. കടം തരുവോ? കടം ഇല്ല. നമ്മക്ക് അടിച്ചു കഴിഞ്ഞാൽ മണ്ടു ഇനി ഇത് വിൽക്കാൻ നടക്കണ്ട. ചുരിദാറൊക്കെ ഇട്ട് അടിപൊളിയാക്കണം. എന്തായാലും അടിക്കും. ആ അതെ മതി, കൂട്ടിക്കോ പേറ്റ് കൂട്ടിക്കോ. പാവ കെട്ടിയാൻ മരിച്ചു പോയിട്ട് പോയി. കഷ്ടപ്പെട്ട് ജീവിക്കണ്ടല്ലോ, മക്കളെ വളർത്താനല്ലേ. അതിപ്പോ ഇങ്ങനെ എത്ര ആൾക്കാര്. നല്ലതാണ്, ആരെയൊക്കെ എടുക്കണേ. ആളില്ലേ? ആളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആ മനസ്സിലായില്ലേ? അന്ന് ഞാൻ കടയുടെ അവിടെ വെച്ച് ആ ഒരു കരി ചോദിക്കാണ്. ഞാൻ വരാം. എന്തായി? സത്യത്തില് അന്ന് ടിക്കറ്റ് എടുക്കാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി കേട്ടാ. അപ്പോഴേ എനിക്ക് അന്ന് എന്നോട് കാണിച്ചില്ല ഒരു ടിക്കറ്റ്, ഒരു നമ്പർ. ഓണം ബമ്പർ. അതെ, ഓണം ബമ്പറിന്റെ ആ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് തന്നേരെ. അയ്യോ അത് വിറ്റ് പോയല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുമോ, അതുപോലുള്ള നമ്പർ കൊള്ളാമെന്നുള്ളൊരു നമ്പർ, അടിക്കുമെന്ന് ഉറപ്പുള്ളൊരു നമ്പർ നോക്കി പെങ്ങൾ എനിക്ക് എടുത്തു തരുമോ? ഓണം ബമ്പർ അല്ലേ? ഓണം ബമ്പറിന്റെ
ഞാൻ എടുത്തോണ്ട് വരാം. ഓ ഓ ഓ. അന്ന് എടുത്താൽ മതിയായിരുന്നു. ഇത് നല്ലതല്ലേ അല്ലേ? ആ ഇനി ഇതും കൂടി ഉള്ള ഓണം ബമ്പർ ആ ഇത് അടിക്കുമായിരിക്കും അല്ലേ? അടിക്കായിരിക്കും. അല്ല ഞാൻ വെറുതെ ചുമ്മാ അടിക്കണമെന്നുള്ള നമുക്ക് പ്രശ്നമല്ല. പെങ്ങളെ ഒന്ന് സഹായിക്കാം, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ. ഞാൻ പറയല്ലേ 500. ഇനി അഥവാ അതില്ലെങ്കിൽ മറ്റേ ടിക്കറ്റെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാ. ഏതായാലും ഇത് കിട്ടിയല്ല. പ്രാർത്ഥിക്കണേ, അടിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ഗുണമാണ്. എന്താ ഒരു മിനിറ്റ് തടസ്സമാണല്ലോ. എന്താണ്? ഈ ടിക്കറ്റ് ഉണ്ടാവുമോ? ടിക്കറ്റ് ലോട്ടറി ലോട്ടറി ടിക്കറ്റ് ഉണ്ട്. ആ ഒരു ഓണം ബമ്പർ. അയ്യോ ഓണം ബമ്പർ ഇല്ല, അവസാനത്തെ ഇപ്പൊ ആ ചേട്ടൻ കൊണ്ടുപോയി. അയ്യോ അതൊന്ന് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? അതങ്ങനെ പറ്റൂല, പൈസ ഒന്നും മേടിച്ചോണ്ട് പോയതല്ലേ. അല്ല പൈസ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ പറ്റൂല. പറ്റില്ലല്ലേ? എന്നാ എനിക്ക് വേറൊരെണ്ണം തന്നു. അത് ഓണം ബമ്പർ അല്ല, കാരുണ്യ ഉണ്ട്. എടുക്കട്ടെ? കാരുണ്യ ബമ്പർ. ബമ്പർ അല്ല, അത് 80 ലക്ഷമാണ്. 25 കോടിയാണ് ഞാൻ കണക്ക് കൂട്ടി വന്നത്. പെട്ടെന്ന് അത് 80 ലക്ഷം ആവുമ്പോ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു. അതെല്ലാരും മേടിച്ച് തീർന്നു പോയി. അതാണ് നേരത്തെ മേടിക്കായിരുന്നെങ്കിൽ. അല്ല അത് ഞാൻ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്കീം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് വന്നൊരു ഇതാണ്. എന്നാ പിന്നെ ആ ലോട്ടറി വിൽക്കണ മോഹനൻ ആ ചെറുക്കനെ അറിയാമോ? അദ്ദേഹത്തിന് എനിക്ക് അറിയാം, പക്ഷേ ഞാനും മോഹനും തമ്മിൽ അത്ര നല്ലൊരു സ്കീമിലല്ല. അല്ല അയാളോട് ചോദിച്ചാൽ ചിലപ്പോ ടിക്കറ്റ് ഉണ്ടാവും. അതേല്ലേ, ഒരെണ്ണം മേടിച്ച് തരാൻ പറ്റുമോ? ഞാൻ ക്യാഷ് തരികയാണെങ്കിൽ. ഞാനെന്തിനാ മേടിക്ക? അയാളോട് ചോദിച്ചാൽ തരും. അതെ, അത് പുള്ളിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ഇത് കൊണ്ടാണ്. ഒരെണ്ണം മേടിച്ച ഒരു സ്കീം സെറ്റ് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു. അതെ. അയ്യോ ഞാൻ എങ്ങനെയാണ് മേടിച്ചു തന്നെ? അയാളോട് പോയി ചോദിച്ചാൽ ആള് തരും. എന്നാ ശരി. മറ്റത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താണ്? കാരുണ്യം. അതിപ്പോ പെട്ടെന്ന് കിട്ടുന്ന പൈസയാണോ? എല്ലാം ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അതെല്ലേ, അപ്പൊ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ലല്ലേ? ക്യാഷിനെ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നേ. ഒരു 5000 കടമായിട്ട് തരാൻ പറ്റുമോ? നമുക്ക് ലോട്ടറി അടിച്ചുടനെ അങ്ങോട്ട് തിരിച്ചു തരാം. എന്താണ്? അല്ല ഞാൻ ഇപ്പൊ ലോട്ടറി എടുക്കുന്നുണ്ടല്ലോ, ഇപ്പൊ 18 ലക്ഷത്തിന്റെ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് അടിച്ചുടനെ ക്യാഷ് എനിക്കൊരു 5000 കടമായിട്ട് തരികയാണെങ്കിൽ കഴിഞ്ഞൂടെ ഞാൻ അങ്ങോട്ട് തരാം. ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു അവസ്ഥയിലായിരുന്നു. പറ്റില്ല അല്ലേ? പിന്നാലെ നടന്ന് ലോട്ടറി വേണമെന്ന് ചോദിച്ചവരൊക്കെ ഇപ്പൊ വാതിലടിച്ച് കുറ്റിയിടുക. ഇപ്പൊ അല്ലാത്ത കാലം. എന്താ ചെയ്തടാ ലോട്ടറി മണ്ടുവിന്റെ വീട്ടില്? ഒന്നുമില്ല മൈതു, ഞാനേ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഒജ്ജല്ല താഴത്ത് വീണ് നടന്നാലും ലോട്ടറി ടിക്കറ്റ് എടുക്കൂലെന്നൊക്കെ പറഞ്ഞു. അല്ല അത് ഞാൻ എപ്പോഴും എടുക്കാറില്ല. ഇപ്പൊ പെട്ടെന്ന് ബാങ്കിലെ ജോലി നഷ്ടപ്പെട്ടു. എന്തേ? അത് നമ്മുടെ അങ്കിളും സിസ്റ്ററും ഒക്കെ ഇപ്പൊ റിട്ടേൺ വരികയാണ് നാട്ടിലേക്ക്. ഇനിയിപ്പോ അവരവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ആ വരുമാനം നിന്ന് ട്രാൻസാക്ഷൻ അത് ഉണ്ടാവില്ലല്ലോ. ഗതി കെട്ടാലേ പയ്യ പുല്ലും തിന്നൊരു ചൊല്ലുണ്ട്. ശരി എന്നാല് കാണാം. ശരി. എളുപ്പം സംഗതി അറിയില്ലേ? നമ്മളെ മണ്ടോതിരി വിറ്റ ലോട്ടറി ടിക്കറ്റ് 1 കോടി ഉറുപ്പ്യ അടിച്ചു. ശരിക്കും? ഓണം ബമ്പറോ? ആ ഓണം ബമ്പർ. പടത്തോനെ ഞാൻ ആ മോഹന്റെ അടുത്ത് എടുത്തോ, എനിക്ക് മണ്ടുവിന്റെ അടുത്ത് എടുത്താ മതി. കഷ്ടായി. ആർക്കടിച്ചേ? ആർക്കാ അടിച്ചാന്നറിയില്ല. ഓളെടുത്ത് വാങ്ങിയ ടിക്കറ്റിനെല്ലാം അടിച്ചേ. അപ്പൊ ഓളോട് ചോദിച്ചാ പോരെ? അതിന് ഓള് മുങ്ങിയില്ലേന്ന്. മുങ്ങി? എങ്ങോട്ട്? ഓൾക്ക് 1 കോടി അടിച്ചോണ്ട് നല്ല കമ്മീഷൻ കിട്ടുമല്ല. ഓളെ കുടുംബക്കാരെല്ലാം വന്ന് വീട്ടിൽ തമ്പടിച്ചിട്ട്. ശരി, അതുകൊണ്ട് ഓള് മുങ്ങി. ഓള് മുങ്ങി. എന്തൊരു കഥയാണ് ഇത്. ആർക്കും അടിച്ചിണ്ടാവുമല്ലേ? ആർക്കും അടിച്ചറിയില്ല. ഓക്കെ, കുറച്ച് കഴിയുമ്പോ വരും റിസൾട്ട്. ശരി എന്നാല്. 1 കോടി ഉറുപ്പ്യൊക്കെ അടിച്ചെന്ന് പറയുമ്പോഴേ അല്ല രാഘവേട്ടാ, വാട്സാപ്പിൽ നമ്മളെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നേക്കണേ. ഓണം ബമ്പറിൽ 1 കോടി രൂപ അടിച്ചിരിക്കണത് നമ്മളെ മന്മഥനാണ്. എന്റെ പൊന്നു ചങ്ങാതിമാരെ, ഞാൻ പറയണത് നിങ്ങളൊന്ന് വിശ്വസിക്കുക. എനിക്ക് ലോട്ടറി അടിച്ചില്ല, ഒരു കുന്തം അടിച്ചില്ല. പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് എന്തുവാ? എടേ അത് വാട്സാപ്പില് ഇങ്ങനെ പലരും മരിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് വരാറില്ലേ? അതുപോലെ ആരോ എനിക്ക് പണി തന്നതാ. ഞങ്ങൾക്ക് തരാനുള്ള പൈസ ഇങ്ങോട്ട് മര്യാദ. എന്റെ രതീഷ്, നിനക്ക് ഞാനൊരു 10,000 രൂപയല്ലേ തരാവുള്ളൂ. ലോട്ടറി അടിച്ചെങ്കിൽ ഞാൻ അത് തരൂല. അടിച്ചിട്ടില്ലെന്ന്. കോടികളല്ലേ ലോട്ടറി അടിച്ചത്? താൻ മുങ്ങാൻ നോക്കാണോ?
എന്റെ ലോനപ്പ ചേട്ടാ ഇത് ആരാ പറഞ്ഞ എനിക്ക് ലോട്ടറി അടിച്ചത്? നിങ്ങൾ എല്ലാരും കൂടെ എന്തോ ആരോ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. കാശ് തന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും. എന്റെ പൊണ്ടി ചേട്ടാ എന്റെ 500 തിരിച്ചു ചേട്ടാ. എടാ മോനെ, എടാ സുരിക്കുട്ട, എടാ 500 രൂപയല്ലേ തരൂലേ? ഞാൻ ഇവിടെ തന്നെ കാണും. എനിക്ക് ഒന്നും പറയണ്ട, നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസക്കുള്ള ഒരു പരിഹാരം ഞാൻ ഇവിടുന്ന് പോണില്ല. മേടിച്ചിട്ടേ പോകത്തുള്ളൂ, ഇവിടെ ഇരിക്കാൻ പോവാ. ഏതാടാ എനിക്ക് അടിച്ച് 1 കോടിയല്ല ലോട്ടറി അടിച്ചത്, 5000 കോടി അടിച്ചു. അത് ഞാൻ അവിടെ വിരിച്ചിട്ടേക്കാം. അതിന്റെ മേളിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ ഞാൻ. നീയൊക്കെ അവിടെ ഇരുന്നോ, കാശ് മേടിച്ചിട്ട് പോയാ മതി. പറഞ്ഞാ മനസ്സിലാവാത്ത കഴുതകള്. മേടിച്ചിട്ടേ പോയുള്ളൂ. സുറുമയെഴുതിയ മിഴികളെ സൂര്യകാന്തി പൂക്കളെ. കുറച്ച് പൈസ കൈവ വരുമ്പോ ഉണ്ണില്ലേ സത്യേട്ടാ? സുറുമയെഴുതിയ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അടിക്കൂന്ന്. എന്തടിക്കുന്ന്? ഉണ്ണിയേ എന്തടിക്കൂന്നാ? എന്താണ്ട് പരിപാടി? എന്ത് പരിപാടി? ഏ എന്ത് പരിപാടിയാണ്? ഒരു പരിപാടിയില്ല. അതൊന്നും അറിയാത്ത പോലെ കളിക്കാൻ നിക്കല്ലേ സത്യേട്ടാ. വിവരമൊക്കെ ഞങ്ങൾ അറിഞ്ഞ്. എന്ത് വിവരം? നമ്മള് ഷെയർ ഇട്ടെടുത്ത ടിക്കറ്റിന് 1 കോടി രൂപ അടിച്ചെന്നു ബാങ്കുകാരെ അന്വേഷിച്ച് വീട്ടിൽ വന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞ്. 1 കോടിയാ? എന്തേ നമ്മക്കാ? ആ അമ്മക്ക്. ഞാൻ അന്നേ പറഞ്ഞില്ലേ നമ്മക്ക് തന്നെ അത് അടിക്കും. എനിക്കൊരു ലക്ഷണം തോന്നി ആ ടിക്കറ്റ് എടുത്ത് അടിക്കുന്നു. അതുകൊണ്ട് ഞാൻ സത്യനോട് എടുത്തോളാൻ പറഞ്ഞത്. അടിച്ച കറി കിടന്നല്ല നല്ലതാ. അടിച്ചല്ല. എന്തായി കളിക്കുന്നേ? എടാ അതിനൊന്നുമില്ല. ഒന്നുമില്ലേ? ഒരു സമ്മാനവും ഇല്ല ഇതിന്. സച്ചേട്ടൊക്കെ കളിക്കല്ലേ കളി? എടാ ഞാൻ അവിടുന്ന് നോക്കിയേ, ആ ഞാൻ പോയി നോക്കി. അപ്പൊ അതിന് ഒന്നുമില്ല, 5 റുപ്യ എടുക്കില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ കൂലിപ്പണിക്ക് പോകാൻ അവന്റെ ഒരു ബാങ്കുകാരെ അന്വേഷിച്ചു പോകാൻ എന്തിനാ നിങ്ങൾ പറ്റുന്നത്? ബാങ്കിലേക്ക് പോയതും ഞങ്ങൾ അറിഞ്ഞിനി. അല്ല, നിങ്ങളിപ്പോ വിശ്വസിച്ചിരിക്കണ? അടിച്ചെന്ന് ഞങ്ങള് വിശ്വസിച്ചിരിക്കുക. അടിച്ചിട്ടില്ലാന്ന്. അങ്ങനെ ടിക്കറ്റ് കാണിക്കുന്നു. അത് കീറി കളഞ്ഞില്ലേ? എന്തിനാ കീറി കളഞ്ഞത്? നമുക്ക് അടിച്ചിട്ടില്ലാന്ന്. കിട്ടീക പറയുന്നത് ആരാ പറഞ്ഞു അടിച്ചത്? ആരാ പറഞ്ഞ അടിച്ചത്? സച്ചേട്ടാ നിങ്ങൾ എന്റെ ആശാനാണ്. അടിച്ചത് പറഞ്ഞേ. ചേട്ടാ മണ്ടുവിന്റെ അടുത്ത് എടുത്ത ടിക്കറ്റിന് 1 കോടി രൂപ ഇവിടെ അടിച്ചിട്ടുണ്ട്. മണ്ടുവിന്റെ അടുത്ത് വേറെ കുറെ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എടാ സച്ച, ഇല്ല ആ വിളിക്കല്ലേ, നമ്മുടെ ആശാനാണ്. നിങ്ങൾ തിന്നോ, പക്ഷെ പറഞ്ഞിട്ട് തിന്നോ. എടാ നിങ്ങൾക്ക് എന്താ പറഞ്ഞ കാർഡിലോട്ട് ഇതൊക്കെ തരും. ആശാൻ തരും. എന്ത് തരുന്നേ? കളി തമാശകളാ. ഞാൻ അടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറഞ്ഞെന്തെങ്കിലും മനസ്സിലാവാത്തത്. സത്യേട്ടാ ഇന്ന് വരെ ഞങ്ങൾ സത്യേട്ടനെ വിശ്വസിച്ചിട്ടേ ഉള്ളൂ. കാശ് കിട്ടുമ്പോ കളർ മാറാൻ നിൽക്കരുത് കേട്ടോ. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഞാൻ കൊല്ലു.